എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Wands, Lovers energy, 4 of Swords, 8 of Pentacles, 7 of Pentacles, Knight of Cups. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമാണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ജീവിതത്തിൽ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം സാധ്യമാകുന്നുണ്ട്. പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാർ ജോലിയിൽ ഉള്ളവരാണെങ്കിൽ സർക്കാർ ജോലിയിൽ നിങ്ങളിപ്പോൾ കുറച്ച് നാളുകളായിട്ടൊരു സ്ഥാനത്താണുള്ളത്. അതിൽ നിന്നൊരു ഉദ്യോഗ കയറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധ്യതകളുണ്ട്. അതിന് നിങ്ങൾ അർഹരാണെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ് ഈ ഒരു മാസം. ഉദ്യോഗ കയറ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓർഡറുകളും പേപ്പേഴ്സും ഒക്കെ റെഡി ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വിസ കാത്തിരിക്കുന്നവർ, അതേപോലെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പാസ്പോർട്ട് കിട്ടുന്ന സാഹചര്യവും വിസ റെഡിയാവുന്ന കാര്യങ്ങളും വിദേശത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളും പേപ്പർ വർക്ക്സ് ഒക്കെ നടന്ന് റെഡിയാവുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ വിവാഹം സാധ്യതയുണ്ട്. വിവാഹം സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി ഒരു പക്ഷെ വിദേശത്തുള്ളവരായിരിക്കും. അതുവഴി നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിലായിട്ടുള്ളവർക്ക് പ്രണയവിവാഹം സാധ്യമാകുന്നു, അതിന്റെ ഒരു സന്തോഷവും. അതേപോലെ തന്നെ അറേഞ്ച് മാരേജ് സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമാണ് ജീവിതം. പൊതുവിൽ ജീവിതത്തിൽ പല മേഖലകളിലും ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവയ്പ് ജീവിതത്തിൽ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു വലിയ കർമ്മസ്ഥാനം അലങ്കരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തന മേഖല പൊളിറ്റിക്സ് ആണ് എങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്നുണ്ട്. പാർട്ടി സംബന്ധമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാർട്ടി മാറുന്നുണ്ടാവും, മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അതേപോലെ തന്നെ നിങ്ങൾ സംസ്ഥാനത്ത് നിന്ന് തലസ്ഥാനത്തേക്ക് ഒരു യാത്രയോ അതുപോലുള്ള കാര്യങ്ങളോ ഒക്കെ സാധ്യമാകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നുണ്ട്. അത് ഏത് തരത്തിലുള്ള ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ ആരാധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു വ്യക്തി രാഷ്ട്രീയം, സിനിമ, സാഹിത്യം, അതുപോലെ ആത്മീയതയിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള നിങ്ങൾ ഒത്തിരി ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ സാധ്യമാകുന്ന ഒരു സമയമാണ്. ഈ ഒരു യാത്ര എന്ന് പറയുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം ഈ വിദേശത്തേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നവർ, അതേപോലെ എൻട്രൻസ് എഴുതിയിട്ട് മെഡിസിന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന MBBS അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MD അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം വിദേശത്ത് പോയിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെ ഒത്തുവരുന്നതായിട്ടുള്ള ഒരു സൂചനയും ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 of Swords and 8 of Pentacles എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാഹചര്യം. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചു കിട്ടിയ ജോലിയാണ്. ആ ഒരു സാഹചര്യം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആ ഒരു കർമ്മമേഖലയിലൂടെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാകാനുള്ള ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ
ചിലപ്പോൾ പോലീസിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡോക്ടർ ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പാരൻസിന്റെ ഒന്ന് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ചെറിയ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നതോ അതേപോലെ ഒരു അഭിമാന മുഹൂർത്തം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, പാരന്റ്സിന് പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ പല മേഖലയിലുള്ള ആളുകളാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഇതൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അവർക്ക് അഭിമാനം തോന്നിക്കുന്ന അല്ലെങ്കിൽ എന്റെ മകനോ മകളാണ് എന്നുള്ളൊരു രീതിയിൽ അവർക്ക് വലിയ അഭിമാനം തോന്നിക്കുന്ന രീതിയിൽ ഉള്ളൊരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നിട്ട് വളരെ വലിയ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നവർക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാലും സാധാരണ രീതിയിൽ അതായത് കൈത്തൊഴിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരെ സംബന്ധിച്ച് അവരുടെയും ആ ഒരു പാഷൻ, അവരുടെ ആ ഒരു കഴിവ് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രവർത്തന മേഖലയിൽ നിങ്ങൾ വളരെ ഉയരത്തിലേക്ക് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, മാതാപിതാക്കളുടെ ശാരീരിക സ്വാസ്ഥ്യം നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അവർ വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഡയറ്റ് എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് മൂലമുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഡയറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതോ ചെറിയ രീതിയിലുള്ള അധ്വാനങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനും മാറ്റാനും ഒക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിർബന്ധപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഉറക്കമില്ലായ്മ ചില ആളുകളിൽ കാണുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് 7 ഓഫ് പെന്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ആളുകളിൽ ആത്മീയതയും അതേപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലും രണ്ടും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, താല്പര്യം, അങ്ങനെയുള്ള ഒരു സൈഡ് മാത്രമല്ല, അതിൽ മാത്രം മുഴുകുന്നവരുമല്ല. അതേസമയം തന്നെ അമിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ലക്ഷറി, അതിനോട് താല്പര്യമുള്ള ആ ഒരു രീതി മാത്രവുമല്ല, രണ്ടും ഒരുമിച്ച് ഒരുപോലെ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ രണ്ടിലും ഒരേ രീതിയിൽ താല്പര്യം കാണിക്കുന്ന, അപ്പോൾ മെഡിറ്റേഷനോ യോഗയോ പ്രാർത്ഥനകളോ മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ആചാരങ്ങളും ഇതൊക്കെ തെറ്റിക്കാതെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ജോലിയിലും കരിയറിലും ഫിനാൻസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാമ്പത്തികവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയധികം ചിട്ടയോട് കൂടിയിട്ട് അവയിലും നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവിൽ മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ നിങ്ങൾ പ്രശസ്തരായിട്ടുള്ള ചില വ്യക്തികളെ ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ചിട്ട് മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ചെയ്യുന്നവരാണ് എങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഗുരുവിനെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻസ് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനും ഉപദേശിക്കാനും ആ മേഖലയിൽ അറിവുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് സംസർഗവും അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ അടുത്ത വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വീട് മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്വന്തമായിട്ട് വീട് വച്ച് മാറുന്നതിനൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് വീട് പണി നടക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാസം പണിയൊക്കെ കഴിയാറായിട്ടുള്ളവർക്ക് ഈ മാസം വീട്ടിൽ കയറി താമസിക്കാനുള്ള ഗൃഹപ്രവേശത്തിന്റെ സമയമാണ്. പാലുകാച്ചലും മറ്റുമൊക്കെയുള്ള ഒരു കാര്യം, വീട് വെഞ്ചിരിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നതിന്റെ ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് വിലപിടിപ്പുള്ളതാണ്. അത് എപ്പോഴും അത് സാമ്പത്തികമായിട്ട് വലിയ വിലയുള്ളതായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.